ഇറാനിലെ മുൻ ഷാ മുഹമ്മദ് റസ പഹലവിയുടെ മകനും കിരീടാവകാശിയുമായ റസ പഹലവി നടത്തിയ ചരിത്രപരമായ പത്രസമ്മേളനം ലോകശ്രദ്ധ ആകർഷിക്കുകയാണ്. ഇറാനിലെ നിലവിലെ ഭരണകൂടത്തിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ച അദ്ദേഹം ഇറാനിയൻ ജനതയെ മോചിപ്പിക്കാനുള്ള ഒരു പുതിയ പാത നിർദ്ദേശിച്ചു. പേർഷ്യ ഭാഷയിൽ അംഗീകരിച്ച അദ്ദേഹത്തിന്റെ പ്രസംഗം പിന്നീട് ഇംഗ്ലീഷിലേക്ക് മാറി. അലി ഖമേനിക്കും ഭരണകൂടത്തിനുമെതിരെയുള്ള രൂക്ഷ വിമർശനമാണ് അത്. പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഇറാനിലെ ഇപ്പോഴത്തെ പരമോന്നത നേതാവ് അലി ഖമേനിയുടെ അദ്ദേഹത്തിന്റെ ഭരണത്തെയും റസ പഹലവി അതിരൂക്ഷമായാണ് വിമർശിച്ചത്. നമ്മുടെ പ്രിയപ്പെട്ട ഇറാനെ വിഴുങ്ങിയ ഈ വിനാശകരമായ യുദ്ധത്തിന്റെ സൂത്രധാരൻ അലി ഖമേനിയും അദ്ദേഹത്തിന്റെ അഴിമതി നിറഞ്ഞ അതുപോലെ തന്നെ വിനാശകരമായ വിഭാഗവുമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്നതിനും പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കുന്നതിനും ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ സമ്പത്ത് പാഴാക്കുന്നതും ഇറാന്റെ സുരക്ഷ തകർക്കുന്നതിനും ഇറാനിയൻ ജനങ്ങളുടെ പരമാധികാരം കവർന്നെടുക്കുന്നതിനും അദ്ദേഹം ഖമേനിയെയും ഭരണകൂടത്തെയും കുറ്റപ്പെടുത്തി. ഈ ഭരണം തകർച്ചയുടെ വക്കിലാണെന്നും ഇത് തുടരാൻ അനുവദിക്കരുത് എന്നുമാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇറാന് ഈ കാലഘട്ടം അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇത് ഇറാന്റെ സിംഹത്തിനും സൂര്യനും വേണ്ടിയുള്ള ഒരു പുതിയ ഉദയമാണ് എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. ജനങ്ങളുടെ ശബ്ദമാണ് ഇനി ഉയരേണ്ടത്. തോൽക്കാൻ മനസ്സില്ലാത്ത പോരാട്ടമാണ് ഇനി അങ്ങോട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാന്റെ വിവിധ ഭാഗങ്ങളിലെ സാധാരണക്കാരുമായി സംസാരിച്ച അനുഭവം അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തു. സൈനിക ഉദ്യോഗസ്ഥൻ ടെഹ്റയിൽ നിന്നും ജീവൻ രക്ഷിക്കാൻ ഓടിപ്പോയ അമ്മ, അതുപോലെ തന്നെ തബ്രിസിയിലെ ഫാക്ടറി തൊഴിലാളി, വനിത, ജീവിത, അതുപോലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലെ യുവ പോരാളി തുടങ്ങിയവരുടെ വാക്കുകൾ ജനങ്ങളുടെ നിശ്ചയദാർഢ്യം വെളിപ്പെടുത്തുന്ന ഒന്നായി അദ്ദേഹം പറഞ്ഞു. ഈ ശബ്ദങ്ങളെല്ലാം ഒരു ജനതയുടെ ശബ്ദമാണ്. അവർ തളർന്നിട്ടില്ല എന്നും തോൽവി സമ്മതിക്കുന്നില്ല എന്നുമാണ് ഇത് കാണിക്കുന്നത്. അവർ സ്വാതന്ത്ര്യമായി യാചിക്കുകയില്ല, അതിനുവേണ്ടി പോരാടുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. 1999 വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ മുതൽ അതുപോലെ ഗ്രീൻ മൂവ്മെന്റ് വരെയും 2017 പ്രകടനങ്ങൾ മുതൽ 2019 ഒരു പ്രക്ഷോഭങ്ങൾ വരെയും ആയിരക്കണക്കിന് ഇറാനികൾ രാജ്യത്തിന്റെ മോചനത്തിനായി ജീവൻ ബലി നൽകിയതായും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. 2022 സെപ്റ്റംബറിൽ മഹ്സ അമീറിനെ ഇസ്ലാമിക് റിപ്പബ്ലിക് കൊലപ്പെടുത്തിയതിനെ പ്രതിഷേധിച്ച സാക്കിറിയെ അവർ കൊല്ലപ്പെടുത്തിയതും അദ്ദേഹത്തിന്റെ സഹോദരി പോരാട്ടം തുടരുന്നതും അദ്ദേഹം എടുത്തു പറഞ്ഞു. സുരക്ഷാ സൈന്യം വീട്ടിൽ അതിക്രമിച്ചു കയറുമ്പോൾ തങ്ങൾ എങ്ങോട്ട് പോകും? നിങ്ങളുടെ ക്രൂരതയിൽ നിന്നും രക്ഷപ്പെടാൻ ഞങ്ങൾ എങ്ങോട്ട് പോകും എന്ന് നിലവിളിച്ച് സാക്കിറയുടെ സഹോദരിക്ക് അയൽക്കാർ നൽകിയ മറുപടി ഇങ്ങനെയാണ്: ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല, പോകേണ്ടത് അവരാണ്, ഈ ഭരണകൂടമാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. ഇസ്ലാമിക് റിപ്പബ്ലിക് തകരുകയാണ്. നിർണായകമായ നിമിഷമാണ് ഇനി ഉള്ളത്. ഇസ്ലാമിക് റിപ്പബ്ലിക് തകരുകയാണെന്നും അലി ഖമേനിയുടെ കുടുംബവും അതുപോലെ മുതിർന്ന ഉദ്യോഗസ്ഥരും ഇറാനിൽ നിന്നും പലായനം ചെയ്യാൻ തുടങ്ങുകയാണെന്നും വിശ്വസനീയമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതായി റസ പഹലവി വെളിപ്പെടുത്തി. ഈ ഭരണം അതിന്റെ അവസാന നിമിഷങ്ങളിലാണെന്നും രാജ്യമെമ്പാടുമുള്ള പട്ടണങ്ങളും നഗരങ്ങളും സൈന്യം ഭിന്നിപ്പിച്ചിരിക്കുകയാണെന്നും ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. 46 വർഷത്തെ ഈ ക്രൂരഭരണത്തിന്റെ അടിത്തറ ഇളക്കുകയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് വലിയൊരു മാറ്റത്തിന്റെ ബെർലിൻ മതിലാണെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ഇത് അപകടങ്ങൾ നിറഞ്ഞതാണെന്നും നമ്മൾ ഒരു വഴിത്തിരിവിലാണെന്നും ഓർമ്മിപ്പിച്ചു. ഒന്ന് രക്തച്ചൊരിച്ചിലിന്റെയും മറ്റേത് സമാധാനത്തിന്റെയുമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ രണ്ട് വഴികളും തമ്മിലുള്ള വ്യത്യാസം ഇറാനിലെ നിലവിലെ ഭരണകൂടത്തെ നിലനിൽക്കാൻ അനുവദിക്കണോ വേണ്ടയോ എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര സമൂഹത്തോടുള്ള ആഹ്വാനമാണ് ഇനി. അന്താരാഷ്ട്ര സമൂഹത്തോട് ഇറാനിയൻ ജനതയോടൊപ്പം നിൽക്കാനും പഴയ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനും ഈ ഭരണകൂടത്തിന് ഒരു ലൈഫ് ലൈൻ ആകാതിരിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ആണവായുധങ്ങൾ തടയുന്നതിലും അതുപോലെ തന്നെ പ്രാദേശിക സ്ഥിരത ഉറപ്പാക്കുന്നതിലും ലോകരാജ്യങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ ഇറാനിലെ ഒരു ജനാധിപത്യപരമായ മാറ്റത്തിന് മാത്രമേ ഈ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയൂ എന്നും അത് നിലനിൽക്കുകയുള്ളൂ എന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. ആണവ കേന്ദ്രങ്ങൾ തകർക്കുന്നത് സമാധാനം കൊണ്ടുവരില്ല, എന്നാൽ ഞാൻ വാഗ്ദാനം ചെയ്യുന്ന പാതയ്ക്ക് സമാധാനം കൊണ്ടുവരാൻ പറ്റും. അതിനാൽ സമാധാനപരമായ മാറ്റം ഉറപ്പാക്കാൻ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുക എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഇറാനിലെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും ഭാവി പദ്ധതികളും അദ്ദേഹം പറയുകയുണ്ടായി. എന്റെ സഹപ്രവർത്തകർക്കായി എന്നെ തന്നെ സമർപ്പിക്കാൻ ഞാൻ ഇന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ്. സമാധാനത്തിന്റെയും അതുപോലെ തന്നെ ജനാധിപത്യപരമായ മാറ്റത്തിന്റെയും ഈ പാതയിലൂടെ അവരെ നയിക്കാം.
റസ പഹൽവി പറഞ്ഞത് അങ്ങനെയാണ്. തനിക്ക് രാഷ്ട്രീയ അധികാരം വേണ്ടെന്നും രാജ്യത്തെ ഈ നിർണായകമായ സമയത്തിലൂടെ സ്ഥിരതയിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും നീതിയിലേക്കും നയിക്കാൻ സഹായിക്കുകയാണെന്നും തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അലി ഖമേനി സ്ഥാനമൊഴിഞ്ഞാൽ അദ്ദേഹത്തിന് നീതിയുക്തമായ വിചാരണയും നിയമപരമായ നടപടികളും ലഭിക്കുമെന്നും അദ്ദേഹം നേരിട്ട് സന്ദേശം നൽകി. ഇറാൻ രാഷ്ട്രത്തോട് കൂറുള്ളവരോടും അതുപോലെ തന്നെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനോടല്ല എന്നും ജനാധിപത്യ ഇറാനിൽ അവർക്കൊരു ഭാവിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സൈനികർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും തന്നെയും തന്റെ ടീമിനെയും നേരിട്ട് ബന്ധപ്പെടാൻ ഒരു ഔദ്യോഗിക സംവിധാനം ഒരുക്കുകയാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇറാൻ ജനതയുടെ ധൈര്യത്തെയും വേദനയെയും അംഗീകരിച്ച അദ്ദേഹം താൻ രാജ്യത്തിന്റെ അതിർത്തികളിൽ യുദ്ധക്കെടുതികൾ എത്തരുത് എന്ന് ഉറപ്പിക്കാൻ വർഷങ്ങളായി പ്രവർത്തിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ മാറ്റത്തിനും പുനരുജ്ജീവനത്തിനുള്ള പദ്ധതിയും തയ്യാറാണ്. റസ പഹൽവി ദേശീയ മാറ്റത്തിന് നേതൃത്വം നൽകുമെന്നും അതുപോലെ തന്നെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല എന്നും അദ്ദേഹം പറഞ്ഞു. മറിച്ച് ഇറാനിയൻ ജനങ്ങളുടെ ഒരു സേവകനായിട്ടാണ് താൻ മുന്നോട്ട് പോകുന്നത്. തന്റെ പദ്ധതി 3 പ്രധാന തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇറാന്റെ അതിർത്തി സമഗ്രത, അതുപോലെ തന്നെ വ്യക്തിഗത സ്വാതന്ത്ര്യം, എല്ലാ പൗരന്മാരുടെയും സമത്വം, മതവും ഭരണകൂടവും തമ്മിലുള്ള വേർതിരിവ്. ഈ ഭാവി ജനാധിപത്യത്തിന്റെ അന്തിമ രൂപം ഒരു ദേശീയ ഹിതപരിശോധനയിലൂടെ ഇറാനിയൻ ജനതയ്ക്ക് തീരുമാനമുള്ളതായിരിക്കുമെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. അതിന്റെ ആദ്യഘട്ടങ്ങളെല്ലാം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. തന്റെ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള ആദ്യഘട്ടങ്ങൾ അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യമായി പറയുന്നത് ദേശീയ ഐക്യ സമ്മേളനമാണ്. ഈ സമ്മേളനത്തിൽ 3 തത്വങ്ങളെ അംഗീകരിക്കുന്ന എല്ലാ ചിന്താഗതിയുമുള്ള പ്രവർത്തകരും വിമതരും സംഘങ്ങളും ഉൾപ്പെടും. ഇറാനിയൻ സമൂഹത്തിലെ സ്വാധീനമുള്ള ബിസിനസ് നേതാക്കൾ, വിദഗ്ധർ, മറ്റുള്ളവരും ഇതിന്റെ ഭാഗമാകും. ജനാധിപത്യപരമായ മാറ്റത്തിനും പുനർനിർമ്മാണത്തിനുമുള്ള ഒരു റോഡ് മാപ്പ് അംഗീകരിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. സാമ്പത്തിക പുനർനിർമ്മാണ പദ്ധതിയും ഉണ്ട്. ജനാധിപത്യ പ്രക്രിയയ്ക്ക് സമാധാനമായി ഇറാൻ പുനർനിർമ്മിക്കുന്നതിനുള്ള ഒരു സാമ്പത്തിക പദ്ധതിയും അദ്ദേഹം വികസിപ്പിക്കും. ഇറാൻ പ്രോസ്പെരിറ്റി പ്രൊജക്ട് എന്ന പേരിൽ ഒരു വലിയ പദ്ധതി ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. ഇത് 3 ഘട്ടങ്ങളായി തിരിച്ചിട്ടുമുണ്ട്. സ്ഥാപനവൽക്കരണ ഘട്ടം 4 മുതൽ 6 മാസമാണ് ഇതിന്റെ കാലാവധി. സ്ഥാപനവൽക്കരണ ഘട്ടത്തിന്റെ കാലാവധി 18 മുതൽ 24 മാസം ദീർഘമാണ്. ദീർഘകാല സാധാരണവൽക്കരണ ഘട്ടമാണിത്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പതനത്തിന് ശേഷമുള്ള ആദ്യ 100 ദിവസത്തെ പദ്ധതികൾ വരും ദിവസങ്ങളിൽ തന്റെ വിദഗ്ധരുടെ ഘട്ടം പ്രസിദ്ധീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ കാര്യത്തിൽ ശ്രദ്ധാലുക്കളായ ലോകത്തിലെ ഏറ്റവും മികച്ച നിർമ്മാതാക്കളെയും സംരംഭകരെയും വിദഗ്ധരെയും ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവർക്ക് ഇറാനിൽ വലിയ സാധ്യതകൾ കാണാൻ കഴിയുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യവും ജനാധിപത്യപരവുമായ ഒരു പുതിയ ഇറാനെ അദ്ദേഹം സങ്കല്പിക്കുകയാണ്. നമ്മുടെ അയൽക്കാരുമായി സമാധാനമായി ജീവിക്കാനുള്ള സാഹചര്യം വേണം. വളർച്ചയുടെ ഒരു യന്ത്രവും സംസ്കാരവും കണ്ടുപിടുത്തങ്ങൾ, അതുപോലെ അഭിമാനം എന്നിവ ഒരു വിളിപ്പാടകലെയാണ്. ഇത് നമ്മുടെ നിമിഷങ്ങളാണ്. നമുക്ക് സമാധാനം സ്ഥാപിക്കാം. ഇത് പുതിയ ഇറാനാണ്, ഒരുമിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ പ്രസംഗം അവസാനിപ്പിച്ചു. ഇറാൻ കിരീടാവകാശിയുടെ ഈ പ്രസംഗം ഇറാനിയൻ രാഷ്ട്രത്തിൽ ഒരു പുതിയ വഴിത്തിരിവാകുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു.